ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ സൗണ്ട് ഓഫ് മാജിക്കിൻ്റെ എപ്പിസോഡ് നമ്പർ 3 ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറൊന്നുമല്ല, കുറച്ച് തിരക്കും കുറച്ച് എക്സാമൊക്കെ ആയതുകൊണ്ടാണ്. അങ്ങനെ വളരെ സന്തോഷകരമായൊരു ദിവസമാണെന്ന് 8,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. വേറെ ലെവലൊരു എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ആ മാജിക്കിൻ്റെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ നായകനാണെങ്കിൽ നമ്മുടെ നായകനോട് പറയുകയാണ്, നീ പണത്തിനോട് എന്തും ചെയ്യൂലേ, ഞാൻ നിനക്ക് കുറച്ച് പണം തരാം, നീ എക്സാമിന് എനിക്ക് വേണ്ടി തോറ്റ് തരണമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നായികയാണെങ്കിൽ അവൾ ഇത്രയും ഇതായിട്ടാണോ ഇവൻ കാണുന്നത്, ഇത്രയും വൃത്തികെട്ടവളായിട്ടാണോ ഇവൻ കാണുന്നതെന്ന് ഓർത്ത് വളരെ അധികം വിഷമിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നായികയാണെങ്കിൽ ഒരു അക്ഷരം പോലും അപ്പോൾ തിരിച്ച് പറയുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ നായിക വളരെ അധികം വിഷമമാവുകയാണ് കേട്ടോ. അങ്ങനെ അവൾ നേരെ വീട്ടിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. ഇതേ സമയത്ത് നമ്മുടെ നായികയുടെ അനിയത്തിയെ ചോദിക്കുകയാണ്, നീ പോയി കിടന്ന് ഉറങ്ങുക, നീ ഉറങ്ങുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല നാളെ എനിക്ക് ക്ലാസ്സില്ല. അന്ന് ക്ലാസ് ഇല്ലാത്ത, അതായത് കോളേജിൽ നിന്ന് എല്ലാവരും ടൂറ് പോവുകയാണ്, അന്ന് നീ പോകുന്നില്ല. ഞാൻ പോകുന്നൊന്നുമില്ല. ശരിക്കും അവൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും അവരുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് അവൾക്ക് സാഹചര്യം അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ. ഇതേ സമയത്ത് നായിക പറയുകയാണ്, നീയും പൊക്കോ, നിനക്ക് ഞാൻ കാശ് തരാം, എൻ്റെ കയ്യിൽ കുറച്ച് കാശിന്, നീയും പോയി എൻജോയ് ചെയ്യണമെന്ന് നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ അനിയത്തിനോട് പറയുകയാണ് കേട്ടോ. അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവൾക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. കാരണം അവൾക്കും വളരെയധികം ആശയുണ്ടായിരുന്നു ഇങ്ങനെ പോകണമെന്നൊക്കെ. പക്ഷേ കാശില്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇവളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ രണ്ടാമത്തെ നായകൻ പറഞ്ഞ കൂട്ട് എക്സാമിന് തോറ്റ് കൊടുക്കുകയും ആ കാശ് വാങ്ങിയിട്ട് അനിയത്തിക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ രണ്ടാമത്തെ നായകനോട് പോയി പറയുകയാണ്, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യാം, ഞാൻ എക്സാമിന് തോറ്റ് തരാം, പക്ഷേ എനിക്ക് ആ കാശ് നീ തരണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തരാമെന്ന് പറയുകയാണ്. അങ്ങനെ നായിക കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ ആ കാശ് തരാൻ വേണ്ടി പറയുമ്പോൾ തന്നെ നമ്മൾ രണ്ടാമത്തെ നായകൻ ആ കാശ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അവൾക്ക് വളരെ അധികം വിഷമമുണ്ട്. കാരണം അവളുടെ ജീവിതത്തിൽ അവൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം അവൾ എക്സാമിന് തോറ്റ് കൊടുക്കണതിന് വേണ്ടിയാണ് ആ പ്രതിഫലം കൊടുക്കുന്നത്. അങ്ങനെ കാശ് അവൾ വാങ്ങാൻ പോകുമ്പോഴായിരിക്കും ആ ക്ലാസ്സിൽ സ്ഥിരം തൊല്ലയായിട്ടുള്ള 2 പേരുണ്ടാകും. അവരകത്തോട്ട് കയറി വരികയാണ്. അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ മക്കളെ നിങ്ങൾ കൈ പിടിക്കുകയാണോ, നിങ്ങൾ കൈ പിടിച്ചിരിക്കുകയാണല്ലേ, ഞാൻ കണ്ടല്ലോ നിങ്ങൾ കൈ പിടിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ലാതെ നമ്മുടെ നായകനും നമ്മുടെ രണ്ടാമത്തെ നായകനും നമ്മുടെ നായികയും കൂടി പറയുകയാണ് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ എക്സാമിൻ്റെ സമയത്ത് അവൾക്ക് അറിയാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് അവൾ തെറ്റായിട്ട് എഴുതുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ രണ്ടാമത്തെ നായകൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിൽ തോറ്റു കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നമ്മുടെ രണ്ടാമത്തെ നായകൻ പറഞ്ഞ കാര്യം, അതായത് അവൻ്റെ ചിന്താഗതി ശരിയാണോ എന്ന് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഡൗൺ താൻ കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ നായകന് വേണ്ടി അവൾ തോറ്റു കൊടുക്കുകയാണ്. അവൾക്ക് ഒരുപാട് വിഷമം വരികയാണ്. കാരണം അവളുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യമാണ് കേട്ടോ ഇത്. കാരണം അറിഞ്ഞിട്ടും ഉത്തരം അറിഞ്ഞിട്ടും അവൾ അതിന് എഴുതാണ്ട് എല്ലാം തെറ്റുത്തരം അവൾ എഴുതി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അവളതൊക്കെ ഓർത്ത് ഇങ്ങനെ കരയുകയാണ്. ആ തീം പാർക്കിൻ്റെ ഇടപോട്ട് ഇങ്ങനെ കരയുകയാണ് കേട്ടോ. എല്ലാ കാര്യം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അവൾക്ക് വളരെയധികം സങ്കടം വരികയാണ്. അതായത് അവൻ കാണുന്നത് അവൾ ഇങ്ങനെയാണെന്ന് ഓർത്ത്. അങ്ങനെ അവളുടെ പഴയ കുട്ടിക്കാലം ഓർക്കുകയാണ്. ആ തീം പാർക്കിൽ കുറേ കുട്ടികൾ വന്ന് കളിക്കുന്ന സമയത്തെല്ലാം അവളുടെ അമ്മയും അവളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയോടൊപ്പം വളരെ സന്തോഷമായിട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ നായിക. ഇതേ സമയത്ത് നമ്മുടെ അമ്മ നായകനോട് പറയുകയാണ്, നീ എവിടെയെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാൽ നീ ഇവിടെ തന്നെ വരണം, അമ്മ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും കേട്ടോ, മോൾ പേടിക്കൊന്നും വേണ്ട എന്ന് നമ്മുടെ നായകനോട് പറയുകയാണ്. ഇതെല്ലാം അവൾ ഓർക്കുകയാണ് കേട്ടോ. കാരണം അവളുടെ കുട്ടിക്കാലം വളരെയധികം സന്തോഷപൂർവ്വമാണ് അവൾ ജീവിച്ചു വരുന്നത്. പക്ഷേ ഇപ്പോൾ അവൾ വളരെയധികം വിഷമത്തിലൂടെയാണ് കേട്ടോ ജീവിച്ചു പോകുന്നത്. അങ്ങനെ അവൾ വീണ്ടും അവളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരികയും ഇതെല്ലാം അവളുടെ ഓർമ്മ മാത്രമാണ്. ഇതേ സമയത്ത് നമ്മുടെ മെയിൻ നായകനെ അങ്ങോട്ട് വരികയാണ്. നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, നീ അത് വിട്, നീ എക്സാമിന് തെറ്റുത്തരം ഇതൊക്കെ വിട്ടേക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അവൾ ഓർക്കുകയാണ്, അല്ല ഞാൻ ഇത് പറയാണ്ട് എങ്ങനെ ഇവൻ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അതെല്ലാം എനിക്കറിയാം, നിൻ്റെ എല്ലാ കാര്യവും എനിക്കറിയാമെന്ന് നമ്മുടെ മെയിൻ നായകൻ, അത് നമ്മുടെ മജീഷ്യൻ പറയുകയാണ്. നിങ്ങൾക്ക് മാജിക് ഇഷ്ടമാണോ, അതായത് മാജിക് തട്ടിപ്പാണോ, ശരിക്കും ഉള്ള കാര്യമാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് ഇടാവുന്നതാണ് കേട്ടോ. അതിനെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന അവളെ വളരെയധികം ഉത്സാഹിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുകയാണ്, ഈ ഒരു തീം പാർക്ക് ഞാൻ പഴയ പോലെ ആക്കാൻ പോകുകയെന്ന് പറഞ്ഞ് കുറച്ച് മന്ത്രം ചൊല്ലി കഴിയുമ്പോൾ ആ തീം പാർക്ക് പഴയ പോലെ ആവുകയാണ് കേട്ടോ. കാരണം നമ്മുടെ നായികയുടെ വിഷമങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മുടെ മജീഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നേരെ അവളുടെ നടന്ന് പോയിട്ട് അവിടെ ഏതെങ്കിലും സ്ഥലത്ത് കയറി തൊടാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ അവൾ തൊടുമ്പോൾ തന്നെ അവിടെ പഴയ പോലെ തന്നെ ലൈറ്റായി കത്തിൻ്റെ അടിപൊളി ആവുകയാണ്. അങ്ങനെ നമ്മുടെ നായകൻ, അതായത് മജീഷ്യൻ പറയുകയാണ്, ഇതിൻ്റെ എല്ലാ വിഷമങ്ങളും നീ മറക്കണം, നീ വളരെയധികം സന്തോഷത്തിലായിരിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ അവൾ നല്ലൊരു സോങ് കേട്ടോ ഇപ്പോൾ വരുന്നത്. അവൾ വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെ വളരെയധികം സന്തോഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ നായകനാണെങ്കിൽ അവൾക്ക് വീണ്ടും കുറേ ജോലിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വരികയാണ്. എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാത്സിന് ഇപ്രാവശ്യം നമ്മുടെ നായകൻ, അതായത് രണ്ടാമത്തെ നായകൻ വിജയിച്ചിരിക്കുമെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ നായികയ്ക്ക് ശരിക്കും വിഷമം വരുന്നുണ്ടെങ്കിലും ഒരു കാര്യം പോലും മിണ്ടുന്നില്ല കേട്ടോ. കാരണം അതായത് അവൾ തോറ്റു കൊടുത്തൊന്നുമല്ല, കാശിന് വേണ്ടിയാണ് അവളത് ചെയ്തത്. കാരണം അവളുടെ വീട്ടിലെ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം മാത്രമാണ്. ഇതൊരിക്കലും തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. ഇത് നമ്മൾ വീണ്ടും കാശ് കൊടുക്കുകയാണ്. അങ്ങനെ കാശിനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, വേറൊന്നിനുമല്ല. കുറേ അസൈൻമെൻറ്റും കുറേ പ്രൊജക്റ്റൊക്കെ അവളുടെ അടുത്ത് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രണ്ടാമത്തെ നായകൻ അവൾക്ക് കാശ് കൊടുക്കുന്നത്. അങ്ങനെ അവൾ ആ കാശ് വാങ്ങുകയാണ്. അപ്പം നീ എന്തിനൊക്കെയാണ് കാശ് തരുന്നത്, അല്ലെങ്കിൽ നീ കാശിനോട് എന്തും ചെയ്യില്ല, അതിന് വേണ്ടിയാണ് എനിക്ക് കാശ് തരുന്നത്. കാരണം നമ്മുടെ രണ്ടാമത്തെ നായകൻ നമ്മുടെ മജീഷ്യൻ്റെ അടുത്ത് പോകുന്നത് ഇവളെന്തോ വൃത്തികേടിന് വേണ്ടി മാത്രമാണെന്നാണ് നമ്മൾ രണ്ടാമത്തെ നായകൻ വിചാരിക്കുന്നത് കേട്ടോ. പക്ഷേ അവൾ നല്ലൊരു കുട്ടിയാണ്, നമ്മൾക്ക് മാത്രമാണ് അറിയാൻ പാടുകയുള്ളൂ. കാരണം നമ്മൾ കാണുന്നുണ്ട് അവളുടെ ജീവിതം എന്തായിരിക്കുമെന്ന്. അങ്ങനെ അവൾ വീണ്ടും കുറേ കാശൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ നായകൻ്റെയും ക്ലാസ്സിലുള്ള, അതായത് അവർക്ക് എപ്പോഴും പാര വെക്കുന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്നില്ല, അവരെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റർ ഇറങ്ങുകയാണ്. നമ്മുടെ നായകനാണെങ്കിൽ അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പോലീസൊക്കെ സ്കൂളിലൊക്കെ വന്ന് അന്വേഷിക്കുന്നുണ്ട്, അവരെ അതിൽ ഒരു കുട്ടീനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ നായകനും, അതായത് നമ്മുടെ നായകൻ കൂടി ഇരിക്കുകയാണ്. നിനക്ക് മാജിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷെ അവളുടെ ഉള്ളിൽ കുറച്ച് താല്പര്യമുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ മാജിക്ക് നമ്മുടെ നായകനാണെങ്കിൽ അവൾക്കിനെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ അവൾക്ക് വളരെയധികം അതിശയം തോന്നുകയാണ്. ഇത് എങ്ങനെ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സിമ്പിളല്ലേ, നീ എന്താ വിചാരിച്ചതിനെക്കുറിച്ച്? അപ്പോൾ നമ്മുടെ നായിക പറയുകയാണ്, എനിക്കും മാജിക്ക് പഠിക്കണം, അറ്റ് ലാസ്റ്റ് അവൾക്കും പഠിക്കണം എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ രണ്ടാമത്തെ നായകനാണെങ്കിൽ ഇത് ഒളിച്ച് ഇന്നെല്ലാം കേൾക്കുകയാണ്. നമ്മുടെ നായകനാണെങ്കിൽ ഇത് മനസ്സിലാവുന്നുണ്ട്, അവിടെ ആരോ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നായികയ്ക്കാണെങ്കിൽ അത് മനസ്സിലാവുന്നില്ല. അങ്ങനെ നായിക പറയുകയാണ്, ഇത് അടിപൊളിയാണല്ലോ, എനിക്കും ഇത് പഠിക്കണമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യവും ഇങ്ങനെ പഠിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ നമ്മുടെ രണ്ടാമത്തെ നായകന് വളരെ അധികം ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ അവളെ ഫോളോ ചെയ്ത് അവൾ എന്താ ചെയ്യുന്നതൊക്കെ നോക്കി നടക്കുന്നത്. ഇതേ സമയത്ത് ഇവളാണെങ്കിൽ അവളിങ്ങനെ പാത്ത് നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ മജീഷ്യന് ഇവനിവിടെ നിൽക്കുന്ന കാര്യമൊക്കെ അറിയാം കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ നായകൻ്റെ അടുത്ത്, അതായത് നമ്മുടെ മെയിൻ നായകൻ നമ്മുടെ രണ്ടാമത്തെ നായകനോട് ചോദിക്കുകയാണ്, അല്ല നീ ഇവിടെ എന്താ ചെയ്യുന്നത്, അല്ല നീ പിള്ളേരെ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണല്ലേ, നീ എന്ത് സ്വഭാവമാണെന്നൊക്കെ നമ്മുടെ രണ്ടാമത്തെ നായകനാണെങ്കിൽ നമ്മുടെ മെയിൻ നായകനോട് ചോദിക്കുമ്പോൾ, ഞാൻ ആരും ചീത്തയാക്കിയിട്ടൊന്നുമില്ല, ഞാൻ മാജിക്ക് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവളെ വിളിച്ചിട്ടുള്ളൂ, നിനക്ക് മാജിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെ നേരെ അവനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ഒപ്പം വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടുകയാണ്. നമ്മുടെ നായികയ്ക്ക് കിട്ടിയ അതേ ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വീണ്ടും അസൈൻമെൻറ്റും സെമിനാറും റിപ്പോർട്ടും എല്ലാം നമ്മുടെ നായികയാണെങ്കിൽ കാശിന് വേണ്ടി അവനിക്കിനെ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ നായിക പറയുകയാണ്, ഇത് അവസാനമായിട്ടാണ്, ഞാൻ ഒരിക്കലും എഴുതിയില്ല, എൻ്റെ എല്ലാ കാശും ഞാൻ നിനക്ക് തിരിച്ച് തന്നേക്കാം എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ രണ്ടാമത്തെ നായകൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആ മജീസിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അപ്പോൾ നമ്മുടെ നായിക ചോദിക്കുന്നുണ്ട്, നീ എന്തിനൊക്കെ അറിയുന്നത്, നീ കാശ് തന്നതിൻ്റെ ഇതിലാണോ ചോദിക്കുന്നത്, എൻ്റെ കാര്യം ഞാൻ മാത്രം നോക്കിക്കോളാം, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് നമ്മുടെ രണ്ടാമത്തെ നായകനോട് നമ്മുടെ നായിക പറയുകയാണ് കേട്ടോ. അവൻ്റെ പേരെങ്കിലും എനിക്ക് അറ്റ്ലീസ്റ്റ് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നായികയുടെ അടുത്ത് കുറേ ഇങ്ങനെ നമ്മുടെ രണ്ടാമത്തെ നായകനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ അവൾക്ക് അവൻ തലയിൽ കയറുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവൾ ചിന്തിക്കുന്നത്, അല്ല അവൻ്റെ പേരെന്താ, അവൻ എവിടെ നിന്നാണ് വരുന്നത്? ഇതേ സമയത്ത് നേരെ അവിടെ ചെന്നിട്ട് ചോദിക്കുക, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു പേര് പറയുകയാണ് കേട്ടോ. നിൻ്റെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തത്തമ്മ പറയുകയാണ്, എൻ്റെയാണ് ഇവനിക്ക് ഞാനും എനിക്ക് ഇവനും മാത്രമാണ് ഉള്ളതെന്ന് പറയുകയാണ് ആ തത്തമ്മ കേട്ടോ. അങ്ങനെ എനിക്ക് മാജിക്ക് പഠിക്കണമെന്ന് നമ്മുടെ നായിക പറയുകയാണ്. കാരണം അവൾക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് മാജിക്ക് പഠിക്കണമെന്ന്. അങ്ങനെ മാജിക്ക് പഠിപ്പിച്ച് തരാമെന്ന് നമ്മുടെ നായകൻ പറയുകയാണ് നമ്മുടെ നായകനോട് കേട്ടോ. ഇതേ സമയത്ത് നായകൻ ആ തീം പാർക്കിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഒരു കാര്യം പറയുകയാണ്, ഇതൊരു മാജിക് ബോക്സാണ് ആ കൈ വെച്ചേക്കുന്നത്, ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് എന്ത് ആഗ്രഹം സാധിച്ചു തരണമെന്ന് പറഞ്ഞാലും അത് നടക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ നായിക ആദ്യം അതൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ അവൾ ശരിക്കും ഒരു വിശ്വാസം വരികയാണ്. കാരണം അവളുടെ അമ്മ കുറേ നാളായിട്ട് അവൾക്ക് മെസ്സേജും റിപ്ലൈ തരുന്നില്ല. ആ ഫോൺ അകത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ചിലത്തെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് റിപ്ലൈ തരുമെന്ന് അവൾ വിശ്വസിക്കുകയാണ്. കാരണം അവളുടെ അമ്മേനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നായകൻ പറയുന്നുണ്ടെങ്കിലും അവളത് ഞാൻ വിശ്വസിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല. കാരണം വെച്ചിട്ടെങ്കാലും വെറുതെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? അങ്ങനെ നായകൻ പോയതിന് ശേഷം നമ്മുടെ നായികയാണെങ്കിൽ നമുക്കൊന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞ് ആ ഫോൺ എടുത്ത് ആ ഒരു പെട്ടിയുടെ അകത്തോട്ട് വെക്കാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ ആ തത്തമ്മ പറയുകയാണ്, അയ്യേ നിനക്കെന്താ പ്രാന്താണ്, അവൻ നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നായിക അവിടെ നേരെ നടന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നോക്കുമ്പോൾ നമ്മുടെ തത്തമ്മ പറയുകയാണ്, അയ്യേ നിനക്കെന്താ പ്രാന്താണ്, ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും കളിയാക്കി അവളെ വിടുകയാണ്.
ഇതേ സമയത്ത് നമ്മുടെ ആ തീം പാർക്കിലോട്ട് വേറെ ആരോ വരികയാണ്. നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നിങ്ങളാണ് ഇവിടെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാനും കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് പറയുകയാണ്. ശരിക്കും ഇവൾ ആരാണ് അവൻ്റെ എന്ന് നമ്മുടെ നായിക്ക് ഇപ്പോൾ ശരിക്കും സംശയം തോന്നുകയാണ്. നമുക്കുണ്ടാകുന്ന സംശയമാണല്ലോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അവളിങ്ങനെ ഒളിഞ്ഞ് നോക്കുകയാണ്. അങ്ങനെ അവൾ ഓർക്കുക ഞാൻ എന്തൊക്കെ നോക്കുന്നതെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ രണ്ടാമത്തെ നായകനാണെങ്കിൽ അവൻ കാണിക്കുന്നത് കള്ള മാജിക്കാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, അതായത് അവൾ നെറ്റിലും കാര്യമൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. പക്ഷേ അവൻ കാണിക്കുന്ന മാജിക്കിൻ്റെ ഒരു കാര്യം പോലും നെറ്റിലൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അവസാനം മനസ്സിലാവുകയാണ് ഇത് ശരിക്കുള്ള മാജിക്കാണെന്ന് ഇവനിക്ക് തന്നെ മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ കാറിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകനാണെങ്കിൽ നായികയ്ക്ക്. അങ്ങനെ അവളത് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ നായിക പഠിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ രണ്ടാമത്തെ നായകനും അവളെപ്പോഴും ഫോളോ ചെയ്ത് നടക്കുകയാണ്. കാരണം അവളെ ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ രണ്ടാമത്തെ നായകന്. അവൾ ഇഷ്ടമുള്ള കുട്ടികളെ നമ്മൾ ഫോളോ ചെയ്യുമല്ലോ. അങ്ങനെ അവനെ നമ്മുടെ നായിക അവിടെ കാണുകയാണ്. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല ഞാനും മാജിക് പഠിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ്. ഓഹോ, നീയും മാജിക് പഠിക്കാൻ വേണ്ടി വന്നതാണോ? അങ്ങനെ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. അതായത് നമ്മുടെ രണ്ടാമത്തെ നായകനും നായികയും അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരു മാജിക്ക് നമ്മൾ രണ്ടാമത്തെ നായകൻ കാണിക്കുമ്പോൾ അത് അവനും അനുകരിക്കാൻ നോക്കുമ്പോൾ അവൻ്റെ കൈമ തീ പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നായിക പറയുകയാണ് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടാകും ചോദിച്ചിങ്ങനെ മരുന്നൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വീണ്ടും പറയുകയാണ് നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു കാശ് പോലും വാങ്ങില്ല, ഞാൻ വാങ്ങിയ കാശില്ല എന്ന് എനിക്ക് തിരിച്ചു തരും. കാരണം എനിക്ക് എക്സാമിന് ഒരിക്കലും എനിക്ക് വിട്ടു തരാൻ പറ്റില്ല. നീ വിചാരിക്കുന്ന പോലത്തെ ഒരു കുട്ടിയൊന്നുമല്ല ഞാനെന്ന് നമ്മുടെ നായികയാണെങ്കിൽ അവനോട് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവനും പറയുകയാണ് എനിക്ക് നിന്നോട് അങ്ങനെയൊന്നുമില്ല, നീ അത് വിട്ടേക്ക്, ഞാൻ ചുമ്മാ ഓരോ കാലം പറഞ്ഞാന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ കുറേ നേരം അവിടെ സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ക്ലാസ് റൂമാണ് കാണിക്കുന്നത്. ക്ലാസ് റൂമിൽ അവർ രണ്ടുപേരും ക്ലാസ് റൂമിൽ വരികയാണ്. അപ്പോൾ എല്ലാവരും ഫോണൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ ടീച്ചർ സ്റ്റാഫ് റൂമിലോട്ട് വിളിക്കുന്നത് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവൾ നേരെ സ്റ്റാഫ് റൂമിലോട്ട് പോവുകയാണ്. ഇതേ സമയത്ത് സ്റ്റാഫ് റൂമിൽ പോയി കഴിയുമ്പോൾ ടീച്ചർ പറയുകയാണ് അതായത് നമ്മുടെ രണ്ടാമത്തെ നായകൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശ് മിസ്സാവുന്നുണ്ട്. കാരണം ബാങ്കിൽ നിന്ന് കുറേ കാശ് വിഡ്രോ ചെയ്യുന്നുണ്ട്. അവൻ്റെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാശ് അങ്ങോട്ട് പോകുന്നത് മാത്രം അറിയാൻ പാടില്ല. ഞാൻ ഇപ്പോൾ വിളിപ്പിച്ചത് എനിക്കൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാണ്. അവൻ എല്ലാ കാശും നിനക്ക് ഗുണം തരണമെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൾ പറയും അങ്ങനെയൊന്നുമില്ല, അത് ഇത് നോക്ക്, നീ അവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നതിൻ്റെ ഫോട്ടോ ഇടുമെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണെങ്കിൽ എന്തൊക്കെ നടക്കാൻ പോകുന്ന അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ എല്ലാം ചെറിയൊരു ബൈ ബൈ.